ആ മുത്തശ്ശി പറഞ്ഞു, എന്നെ നോക്കൂ, കൊടിമരത്തിലേക്ക് നോക്കൂ. എന്താ കഥ? കേൾക്കാലോ, ഒരു അനുഭവമാണ്. എന്താ കഥ? നല്ല പേപ്പറിലൊക്കെ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. വേഗം വായിക്കല്ലേ. നമസ്കാരം ശ്രീകാന്ത് സാർ. ഇത് ഗ്രൂപ്പിൽ വായിക്കണേ സാർ. ഞാൻ ത്രിമധുരം കുടുംബത്തിലെ അംഗമാണ്. സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാനൊരു കൃഷ്ണഭക്ത അല്ലായിരുന്നു കേട്ടോ. എൻ്റെ ജീവിത സാഹചര്യം കൊണ്ട് കണ്ണനോട് കൂടുതൽ അടുക്കാനും ത്രിമധുരം ഗ്രൂപ്പിൽ വരാനും ഭാഗ്യമുണ്ടായി. സാർ, ഈ കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി ഭഗവാന്റെ സ്വർണ്ണപ്പഴുക്കാമണ്ഡപം കാണാൻ ഭാഗ്യമുണ്ടായി. എൻ്റെ അനുജത്തിമാരും മക്കളും ഞാനും കൂടിയാണ് ഭഗവാന്റെ അടുത്ത് വന്നത്. അവിടെ വന്ന് നടയിൽ തൊഴാൻ കയറിയപ്പോൾ അനുജത്തി പറഞ്ഞു, ഞാൻ ആദ്യമായി വന്നതല്ലേ ചേച്ചി, ഭഗവാന് സമർപ്പിക്കാൻ തുളസിമാല വാങ്ങിക്കണമെന്ന്. അപ്പോൾ ഞാനും ഒരനുജത്തിയും കൂടെ തുളസിമാല വാങ്ങാമെന്നും ഒരനുജത്തിയും മകളും കൂടി ഭഗവാന്റെ ആടി എണ്ണ പാൽപ്പായസത്തിൻ്റെ ഒക്കെ റെസീറ്റ് എടുക്കാമെന്നും പറഞ്ഞു. അവരോട് റെസീറ്റ് എടുത്തിട്ട് അവിടെ തന്നെ നിൽക്കാനും പറഞ്ഞു കേട്ടോ. പക്ഷേ അവർ റെസീറ്റ് എടുത്തിട്ട് ഞങ്ങൾ വരുന്നതിന് മുൻപേ പടിഞ്ഞാറേ നടയിലൂടെ ഇറങ്ങി. അവിടെ ഇറങ്ങും ഞങ്ങൾ അവരെ കണ്ടില്ല. ഞാനും അനുജത്തിയും കൂടി അകത്ത് ചെന്നപ്പോൾ ശീവേലിയായിരുന്നു. ഞങ്ങൾ പ്രാർത്ഥനയോടെ എൻ്റെ കണ്ണ അവരെ ഒന്ന് കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ച് പടിഞ്ഞാറേ നടയിൽ വന്നപ്പോൾ അവിടെ അനുജത്തി മാത്രമേ ഉള്ളൂ. മകൾ എന്തിയെ എന്ന് ചോദിച്ചപ്പോൾ അവർ നിങ്ങളെ കണ്ടില്ലേ എന്ന് അനൗൺസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, അതിൻ്റെ ആവശ്യമുണ്ടോ? ഭഗവാനെ നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, അവർ ഇവിടെ തന്നെ ഉണ്ട് എന്ന്. ഞാൻ ഓടിപ്പോയപ്പോൾ കൂവള മരത്തിൻ്റെ അടുത്ത് എത്തിയേ ഒരു പ്രായമുള്ള ഒരു അമ്മൂമ്മ പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എവിടെ പോവുകയാണ്? ഞാൻ പറഞ്ഞു, എൻ്റെ മക്കളെ കണ്ടില്ല എന്ന്. ആ അമ്മൂമ്മ എന്നോട് പറഞ്ഞു, നീ എവിടെയും പോകണ്ട, നീ ആ കൊടിമരത്തിലേക്ക് നോക്ക്, എന്നിട്ട് എന്നെ നോക്ക്, അവരിവിടെ വരുമെന്ന്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. 2 മിനിറ്റിനകം എൻ്റെ മകൾ അവിടെ വന്നു. അപ്പോൾ ആ അമ്മ പറഞ്ഞു, നിന്റെ മകളെ കിട്ടിയില്ലേ എന്ന്. എന്നിട്ട് മകളെയും കൂട്ടി അനുജത്തിമാരുടെ അടുത്ത് കൊണ്ടു ചെന്നാക്കി. നിനക്ക് സന്തോഷമായല്ലോ, സമാധാനമായല്ലോ എന്ന് പറഞ്ഞ് അമ്മ പോയി. പിന്നെ ആ അമ്മയെ അവിടെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ. അതുപോലെ പാൽപ്പായസം വാങ്ങാൻ ചെന്നപ്പോൾ ഭയങ്കര ക്യൂ ആണ്. നിങ്ങൾ ആർക്കെങ്കിലും ആ രസീത് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രസീത് ഒരു മോളുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് ട്രെയിനിൽ പോകേണ്ട സമയമായിരുന്നു കേട്ടോ. അത് പറഞ്ഞപ്പോൾ ആ മോള് രസീത് വാങ്ങിച്ച് അകത്ത് നിന്നവരുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് പാൽപ്പായസം കിട്ടി. ശ്രീകാന്ത് സാർ, ദയവായി ഇത് വായിക്കണേ സാർ. സാർ നീണ്ടുപോയി. സാർ നോക്കിയിട്ട് സാർ എന്തായാലും ഇതിൽ എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ വായിച്ചാൽ മതി കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല. അതുമല്ല, ആദ്യത്തെ അനുഭവമല്ലേ. അതാരായിരുന്നു ആ മുത്തശ്ശി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്? ഗുരുവായൂർ വന്നിട്ട് ഇത്രയും അത്ഭുതങ്ങളൊക്കെ ഉണ്ടാവുക. എന്താ കഥ? ഒന്നും പറയാനില്ല. ഇത് കേൾക്കുന്നവർക്കും കാണുന്നവർക്കും ഒക്കെ അറിയാം അതിൻ്റെ സത്യം എന്താണെന്നല്ലേ. വേറെ ഒന്നും പറയുന്നില്ല. ഹരേ കൃഷ്ണ. വാട്സപ്പ് ഗ്രൂപ്പിൽ വരാം. കുറേ കാര്യങ്ങളുണ്ട്. ചോദ്യാലങ്കാരമുണ്ട്, അതിൻ്റെ സമ്മാനങ്ങളുണ്ട്, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂട്യൂബ് കാണുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്ക് കാണുന്നവർക്ക് കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.